ഞാൻ ഡോക്ടർ ഐഷ ഷഫ്ല, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ഷിഫ ആയുർവേദ ഫാർമസി, ചെലവൂർ. സ്ത്രീകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. PCOD ഒരു ജീവിതശൈലി രോഗമാണ്. PCOD നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ 3 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റത്തേത്, സ്കാൻ ചെയ്യുമ്പോൾ അണ്ടാശയത്തിൽ പോളിസിസ്റ്റുകൾ കാണപ്പെടുക, ഓവുലേഷൻ സംഭവിക്കാത്തത് മൂലം മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവുക, സ്ത്രീകളിൽ ബ്ലഡ് ടെസ്റ്റിൽ പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ സ്ത്രീകളിൽ അധികമായത് മൂലം കഴുത്തിൽ കാണുന്ന നിറവ്യത്യാസങ്ങൾ, അമിത രോമ വളർച്ച, അമിതമായ ശരീര ഭാരവർദ്ധനവ് എന്നിവ ഇതിൽ കാണാം. ലോങ് ടേം ആയി ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് വരെ കാരണമായേക്കാം. ഇതിലേതെങ്കിലും 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താലേ PCOD എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി ഈ PCODന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ, ഓവുലേഷൻ ഇല്ലാത്ത മൂലം മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവുക, അതായത് 2-3 മാസങ്ങൾ കൂടുമ്പോൾ മാത്രം മെൻസ്ട്രേഷൻ ഉണ്ടാവുക, വളരെ അപൂർവമായി 40 വയസ്സിന് മുന്നേ തന്നെ മെനോപോസ് സംഭവിക്കുക, മെൻസ്ട്രേഷന്റെ സമയത്ത് ഹെവി ബ്ലീഡിംഗ് ഉണ്ടാവുക, ഇതുമൂലം അനീമിയ വരെ കാരണമായേക്കാം. PCODയുടെ ലോങ് ടേം കോൺസിക്വൻസ് ആയി 50% ആളുകളിലും ഹൃദ്രോഗം, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്നിവ കണ്ടുവരുന്നുണ്ട്. PCOD നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ശരീരഭാരം നിയന്ത്രിക്കുക, ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യുക, ഫാസ്റ്റ് ഫുഡ് മാക്സിമം ഒഴിവാക്കുക, യോഗ അല്ലെങ്കിൽ എക്സസൈസ് നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നീ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് PCOD നിയന്ത്രിക്കാം.